വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ നഷ്ടപരിഹാര പട്ടികയിൽ അനർഹരെ കണ്ടെത്താൻ റവന്യൂ വകുപ്പ് പരിശോധന തുടങ്ങി. വടകര ഡെപ്യൂട്ടി തഹസിൽദാർ ടി.പി. അനിതയുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം വില്ലേജ് ഓഫീസിലെത്തി പരിശോധന നടത്തി. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, ഈ പട്ടികയിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള പരാതി പ്രദേശവാസികൾ ഉയർത്തിയിരുന്നതാണ്. എപ്പോഴേക്കും പരിശോധനകൾ പൂർത്തിയാക്കി അനർഹരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? സേതുലക്ഷ്മി, നിലവിൽ ഇപ്പോൾ വിലങ്ങാട് ദുരിതബാധിത പ്രദേശത്തിലുള്ള നഷ്ടപരിഹാരങ്ങൾ ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കാരണം ഈ വയനാട് പോലെ തന്നെ വിലങ്ങാടിനെ പരിഗണിക്കുമെന്ന് സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ പിന്നീട് വിലങ്ങാടിന് വേണ്ടി പ്രത്യേകമായ ഒരു പാക്കേജ് തന്നെ ഉണ്ടാക്കുമെന്ന് അവരറിയിച്ചതാണ്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു പട്ടിക പുറത്തുവിട്ടതിന് ശേഷമാണ് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രതിഷേധം തന്നെ ഉയരുന്നത്. കാരണം അനർഹരെ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും അർഹരായവരെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയുമെന്ന വാദമായിരുന്നു ഈ ഒരു പ്രദേശവാസികൾ ഉണ്ടായിരുന്നത്. കാരണം റവന്യൂ വിഭാഗം 3 തരത്തിലുള്ള പട്ടികയാണ് ഇതിനു വേണ്ടി തയ്യാറാക്കിയിരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ, അതോടൊപ്പം വീടും സ്ഥലവും നഷ്ടമായവർ, മൂന്നാമതായി ഈ വീടും സ്ഥലവും അതോടൊപ്പം വഴിയും നഷ്ടമായവർ എന്ന 3 തരത്തിലുള്ള പട്ടികയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിൽ കൂടുതലായി എന്ന് പറയുന്നത് പലരെയും അതിൽ ഒഴിവാക്കി വീട് ബാഹ്യമായി നഷ്ടപ്പെട്ടവരെ, പിന്നീട് അവിടെ താമസിക്കാൻ പറ്റാത്തവരെ ഒന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ല എന്ന ഒരു പ്രതിഷേധം പ്രത്യേകിച്ച് വിലങ്ങാട് കോൺഗ്രസ് ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർ പ്രതിഷേധ സമരമൊക്കെ തന്നെ നടത്താൻ, ഈ ഒരു 18-ാം തീയതി പ്രതിഷേധ സമരമൊക്കെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിരുന്നു, വിലങ്ങാട് എന്തെങ്കിലും ഈ ഒരു നഷ്ടപരിഹാരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന വാക്ക് നൽകിയിരുന്നു. ഇതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ, റവന്യൂ വിഭാഗം തയ്യാറാക്കിയ ലിസ്റ്റിൽ അനർഹർ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ വേണ്ടി റവന്യൂ വിഭാഗത്തിൻ്റെ അതോടൊപ്പം ഈ ഒരു വില്ലേജ് ഓഫീസിൽ പരിശോധന നടത്തുന്നത്. കൃത്യമായി ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും നഷ്ടപരിഹാരവും വീടും ഒക്കെ തന്നെ ഇതിനകത്ത് നൽകുക എന്നാണ് ഇപ്പോൾ റവന്യൂ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് റവന്യൂ വിഭാഗം വകുപ്പ് മന്ത്രി കെ രാജൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞിരിക്കുന്നത് 92 പേരെയാണ് വിലങ്ങാട് നഷ്ടപരിഹാരത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. ലക്ഷ്മി, കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.